ഹലോ, ഒന്നൊരു അടിപൊളി ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. ഒരു പാനിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ എണ്ണയിൽ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് തൈര് മാരിനേഷൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇതിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റിയിട്ട് വെക്കണ ബിരിയാണിയല്ല, ഫ്രൈ ചെയ്തിട്ടാണ് വെക്കണത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ബിരിയാണിയിൽ നിന്നൊക്കെ വേറൊരു ടേസ്റ്റാട്ടോ ഈ ബിരിയാണി. സാധാ വെക്കണ ബിരിയാണിയിൽ നിന്ന് തന്നെ വേറൊരു ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പിയും കൂടിയാണ് കേട്ടത്. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മസാലയ്ക്കാണ് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാള ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് വെക്കണ ബിരിയാണി എന്നൊക്കെ വേറൊരു ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇനി കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വീട്ടിലെല്ലാ മരുന്നും കൂടെ പൊടിച്ചിട്ടുണ്ടാക്കണം, അത് വേറൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മസാല നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് മസാല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ചൂടുവെള്ളം ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആക്കിയെടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് കുറച്ച് വേറൊരു ബൗളിലേക്ക് കോരി വെക്കുകയാണ്. ലെയറായിട്ടാണ് ദം ഇടുന്നത്. ഫസ്റ്റ് ലെയറിനും സെക്കൻഡ് ലെയറിനും ഉള്ളത് കുറച്ച് സെക്കൻഡ് ലെയറിലിടാൻ മാറ്റി വെച്ചാണ്. നമുക്ക് ചോറ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചാണ്, അതിട്ടിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇട്ട് കുറച്ച് ഗരം മസാലയും നെയ്യും ആഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഇടാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് ദം ചെയ്തിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ദമ്മിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ദമ്മിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ സവാള വറുത്തിന്ന് കുറച്ച് എടുത്ത് വെച്ചാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് മല്ലിയില അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഞാൻ ദമ്മിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ബിരിയാണി എങ്ങനെയുണ്ട് നോക്കി വെക്കാം. നല്ല സ്മെല്ലാണിത്. ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. നമ്മൾ അടുപ്പത്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഗ്യാസിലാണ് ചെയ്തത്. അടുപ്പത്ത് വെക്കണ ബിരിയാണിക്ക് വേറൊരു ദമ്മിട്ടാൽ നമ്മൾ വേറൊരു ടേസ്റ്റാണല്ലോ. നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ബിരിയാണിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സാധാ വെക്കുന്ന ബിരിയാണിയിൽ നിന്നും വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ വെച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്